ഹായ് ഗൈസ്, വെൽക്കം ടു ഷോർട്ട് സ്റ്റോറി പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ കോബേബ് എന്ന് പറയുന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഹാലോവിന് ഒരാഴ്ച മുമ്പാണ് നമ്മളെ കഥ തുടങ്ങുന്നത്. ആദ്യം തന്നെ അതിലൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യാരക്ടറിന്റെ പേര് പീറ്റർ എന്നാണ്. പീറ്റർ മറ്റു കുട്ടികളെ പോലെ വളരെ ഇൻട്രാക്റ്റീവ് അല്ല, ഒരു ഇൻട്രോവേർട്ട് ആണ്. അവൻ്റെ അച്ഛനമ്മയുടെ കൂടെ ജീവിക്കുന്നു. അച്ഛൻ്റെ പേര് മാർക്ക് എന്നും അമ്മയുടെ പേര് കെറോൾ എന്നും. അങ്ങനെ ഒരു ദിവസം പീറ്റർ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരു ശബ്ദം കേൾക്കും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പീറ്റർ അവിടെ ചുറ്റും നോക്കും. പക്ഷെ അവിടെ ഒന്നും കാണത്തില്ല. 2-3 തവണ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ പേടിച്ച് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓണാക്കും. ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവന് മനസ്സിലാവുന്നത് തൻ്റെ വാളിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ആ ചുമരലിൻ്റെ അടുത്തേക്ക് കാത് കേൾപ്പിച്ച് നോക്കും എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ പയ്യെ അതുമ്പോൾ ഒന്ന് കൊട്ടും. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ആരോ കൊട്ടുന്ന പോലെ തോന്നും. അങ്ങനെ എല്ലാ പിള്ളേരെ പോലെ അവൻ ആദ്യം ചെന്ന് അമ്മയുടെ അടുത്ത് പറയും ഇങ്ങനെ ശബ്ദം കേട്ടുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് അമ്മ പറഞ്ഞെടുക്കും ഇതൊരു പഴയ വീടല്ലേ, അതുകൊണ്ട് തന്നെ ചില ശബ്ദങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കാമെന്ന്. പിന്നെ പറഞ്ഞു നിൻ്റെ കുറേ തോന്നലുകളായിരിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെറുക്കനെ ആശ്വസിപ്പിച്ച് അമ്മയോട് നിന്ന് പോകും. പിറ്റേന്ന് രാവിലെ എല്ലാ ദിവസത്തെ പോലെ അവൻ സ്കൂളിലേക്ക് പോകും. അവിടെ അവൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അവനെ ബുള്ളി ചെയ്യുന്നതാണ്. അന്നത്തെ ദിവസം അവിടെ പുതിയൊരു ടീച്ചർ വരും, മിസ് ഡിവൈൻ എന്നാണ് അവരുടെ പേര്. അങ്ങനെ കുട്ടികളെല്ലാം ഇൻട്രോവലിന് പുറത്തു പോയപ്പോൾ നമ്മളെ പീറ്റർ മാത്രം അതിൻ്റെ ഉള്ളിരുന്നു. കാരണം എന്താണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ടീച്ചർ ഇങ്ങനെ ക്ലാസ് റൂമൊക്കെ അലങ്കരിക്കായിരിക്കും. അപ്പോൾ തന്നെ അവിടെ നോക്കുമ്പോൾ ഒരു എട്ടുകാലി അവിടെ കിടന്ന് കറങ്ങി കിടക്കണം. പീറ്റർ പെട്ടെന്ന് തന്നെ പേടിച്ച് മാറും. എന്നിട്ട് ടീച്ചറോട് പറയും ദേ എട്ടുകാലി എന്ന് പറയും. ടീച്ചർ അപ്പം എന്ത് പയ്യെ ഇതിനെ എടുത്ത് ഇവനെ കൊണ്ട് അതിനെ ഉപദ്രവിക്കാതെ പുറത്തേക്ക് കളയിപ്പിക്കും. അങ്ങനെ രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് പീറ്റർ ചോദിക്കും ഹാലോവിന് ഞാൻ ക്യാൻഡീസ് വാങ്ങാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. ആ നേരത്തെ പീറ്ററിൻ്റെ അച്ഛൻ ഒരു കഥ പറയും. പീറ്ററിൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ഒരു കുട്ടി ഇതുപോലെ ക്യാൻഡി വാങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കും. രാത്രി പീറ്റർ അങ്ങനെ വിഷമത്തോടു കൂടി ഉറങ്ങാൻ കിടക്കും. അപ്പോഴാണ് നമ്മുടെ ആ ചുമരിൽ നിന്ന് ചെറിയൊരു ഡെൻറ്റ് പോലെ വരുന്നത്. എന്നിട്ട് ആ ചുമരിൽ നിന്നൊരു ശബ്ദം വരും. എന്നിട്ട് ആ ചുമരിലെ പേര് പറയും, ആ ശബ്ദത്തിൻ്റെ പേര് പറയും. പീറ്റർ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അച്ഛനൊക്കെ വിളിച്ചിട്ട് അച്ഛൻ അപ്പം തന്നെ വരും. അപ്പോൾ പീറ്ററിൻ്റെ അച്ഛൻ പറയും നീ ചിലപ്പോൾ തോന്നിയായിരിക്കും അത് എലികളായിരിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ പീറ്ററും പീറ്ററിൻ്റെ അച്ഛനും കൂടിയിട്ട് ഈ എലികളെ കൊല്ലാനുള്ള പദ്ധതി ഇടും. അങ്ങനെ പീറ്ററിൻ്റെ അച്ഛൻ സമാധാനിപ്പിച്ച് ഇവർ എലികളെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ് സമാധാനിച്ചു വരും. പിറ്റേ ദിവസം ടീച്ചറുടെ ക്ലാസ്സിൽ നമ്മുടെ പീറ്റർ ഒരു പടം വരയ്ക്കായിരിക്കും. അപ്പോൾ പടത്തിൽ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞൊരു ഡാർക്ക് റൂമിലിരിക്കുന്ന പോലെയാണ് പീറ്റർ വരച്ചു വെച്ചേക്കുന്നത്. ടീച്ചർ ഈ പടം കണ്ടപ്പോൾ തന്നെ ടീച്ചർക്ക് എന്തോ ഡൗട്ട് അടിച്ച് ടീച്ചർ അപ്പം തന്നെ വീട്ടിലേക്ക് പോകും, എൻ്റെ പീറ്ററിൻ്റെ വീട്ടിലേക്ക് പോകും. ടീച്ചർ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവനിങ്ങനെ വരച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ അടുത്ത് പറയുമ്പോൾ അപ്പം തന്നെ അമ്മ ചെന്നിട്ട് നീ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ ചീത്ത പറയുന്ന പോലെ നമ്മൾ പീറ്ററിനെ ചീത്ത പറയും. അപ്പോൾ പീറ്റർ പറയും എന്നോട് ഈ ചുമരിലുള്ള ശബ്ദമാണ് പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കാനായിട്ട് എന്ന് പറയും. അമ്മ പ്രാന്ത് പിടിച്ച് അപ്പം തന്നെ പോകും. അന്ന് രാത്രി പിന്നെ ആ ശബ്ദം കേൾക്കും വേക്കപ്പ് പീറ്റർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ശബ്ദം പീറ്ററിനോട് പറയും നമുക്ക് ഫ്രണ്ട്സ് ആവുമെന്ന് പറയും. അപ്പോൾ പീറ്ററിന് വേറെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പീറ്റർ അപ്പം തന്നെ സമ്മതിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ പീറ്റർ നമ്മൾ ഹാലോവിൻ്റെ പാർട്ടിക്കുള്ള പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറായിരിക്കും. അപ്പോൾ ടീച്ചർ പറയും എനിക്കിത് വളരെ ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ നമ്മളെ പീറ്ററിന് ഒരു ശത്രുണ്ട് ബ്രയൻ എന്ന് പറഞ്ഞിട്ട്, അവന് തീരെ ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് ബ്രയൻ ഇൻട്രോവൽ സമയത്ത് ഈ സാധനം പൊട്ടിച്ച് കളയും. പീറ്റർ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. പീറ്റർ ആരോടൊന്നും മിണ്ടിയില്ല. പിന്നെ രാത്രി പീറ്റർ കിടക്കൽ കിടന്ന് കരയും. അപ്പോൾ പീറ്ററിനോട് ആ ചുമരൻ്റെ ശബ്ദം ചോദിക്കും നീ എന്തിനാ കരയണേന്ന് ചോദിക്കും. അപ്പോൾ ആ ചുമരൻ്റെ ശബ്ദം പീറ്ററിനോട് പറയും നീ ഇങ്ങനെ സ്റ്റേണായിട്ട് കേൾക്കണം, നീ അങ്ങനെ കാര്യങ്ങൾ ചെറുചെറുക്കെ അവിടെ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബ്രയൻ ഒരു പംകിനും കൊണ്ട് പീറ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറയും സോറി എന്നൊക്കെ പറയും. പീറ്റർ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും. പക്ഷേ പീറ്ററിനോട് ആ ചുമര ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനൊരു പണി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പീറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചെറുക്കനെ പിടിച്ച് സ്റ്റെയറിൽ നിന്ന് തള്ളിയിടും. പക്ഷേ പീറ്റർ ജസ്റ്റ് അവൻ വീഴുന്നു വിചാരിച്ചുള്ളൂ, പക്ഷേ ആ ചെറുക്കൻ്റെ കാല് ശരിക്കും അവിടെ നിന്ന് ഊട്ടി. പിന്നെ നമ്മളെ നാട്ടിൽ PTA മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ വീട്ടുകാരെടുത്ത് അവനെ ചോദ്യം ചെയ്തു നീ എന്തിനാണ് ചെയ്തത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ആ ശബ്ദം കയറേണ്ട അങ്ങനെ ചെയ്തു പോയത്, അപ്പോൾ നീ എന്തിനാ അങ്ങനെ വരച്ചതെന്നൊക്കെ അച്ഛൻ അവനോട് ചോദിക്കും. ഇപ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛന് ശരിക്കും ദേഷ്യം വരും. ചോര പറഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് ഒരു ബേസ്മെൻറ്റ് ഡോർ ഉണ്ട് അതിലേക്ക് പീറ്ററിന് കൊണ്ടുപോകും. എന്നിട്ട് അച്ഛൻ പറയും നിനക്കുള്ള പണിഷ്മെൻറ്റ് ഇതാണ്, നിന്നെ ബേസ്മെൻറ്റിൽ ഇടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛന് എല്ലാവരും അവിടെ നിന്ന് പോകും. പീറ്റർ അപ്പോൾ കരഞ്ഞിട്ട് അവൻ എന്താ പറയുക ആ സൗണ്ട് കേൾക്കുമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ പീറ്റർ അവിടെ നിന്ന് അവശതയിൽ കിടന്നുറങ്ങും. ഉറങ്ങുന്ന നേരത്ത് അവനൊരു സൗണ്ട് കേൾക്കാം എവിടുന്നോ. അതിൻ്റെ ബേസ്മെൻറ്റ് താഴെ വേറെ കേജ് പോലെ കാണും. ഫിലിം നേരെ പിന്നെ പോകുന്നത് ടീച്ചറെ കാണിച്ചിട്ടാണ്. ടീച്ചർ അവിടെ എന്താ പറയുക ഒരു മാക്സ് ക്യൂസ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചെറുക്കനെ കാണാൻ വേണ്ടിയിട്ട് ടീച്ചർ ഭയങ്കര ആവലാതിയാണ്. അപ്പോൾ ചെറുക്കനെ വേണ്ടി വരും. ചെറുക്കൻ്റെ അച്ഛൻ എന്തോ ചിറ്റിയാൻ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് ആകെ കൺഫ്യൂഷനോ എന്തുണ്ടായിരുന്നു. അപ്പോൾ പീറ്ററിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ മുറിവൊക്കെ കാണുമ്പോൾ ടീച്ചർ ചോദിക്കും എന്തുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ പണിയുടെ ഇടയിൽ പറ്റിയാന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തോ ഹൈഡ് ചെയ്യണ പോലെ തോന്നും. പിന്നെ ടീച്ചർ ചോദിക്കും പീറ്ററിനെ എന്തോ സ്കൂളിൽ വിടാത്ത അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാരൻസ് പറയും പീറ്ററിന് ഞങ്ങൾ ഹോം എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്, ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല, ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ടീച്ചർക്ക് പിന്നെയും ഡൗട്ടായിട്ട് ടീച്ചർ ചോദിക്കും എനിക്ക് അവനൊന്ന് കാണണം, എല്ലാം ഓക്കെ ആണെന്ന് എനിക്ക് അറിയണം എന്ന് പറയും. അപ്പോൾ പേരൻസ് പറയും പീറ്ററിന് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ പീറ്റർ ഇതൊക്കെ കേട്ടിട്ട് പീറ്റർ അവിടെ കിടന്ന് ഡോറിൻ്റെ അവിടെ കിടന്ന് അടിയുന്നുണ്ട്. അപ്പോൾ പക്ഷേ മെഷീൻ്റെ സൗണ്ട് കാരണം ടീച്ചറൊന്നും കേൾക്കത്തില്ല, വാഷിംഗ് മെഷീൻ അവിടെ റൺ ചെയ്യണ. അങ്ങനെ ടീച്ചർ അവിടെ നിന്ന് പോകും. രാത്രി പീറ്ററിൻ്റെ അമ്മ പീറ്ററിനെ കാണാനായിട്ട് മറ്റേ പംകിൻ്റെ കേക്കൊക്കെ ആയിട്ട് വരും.
എന്നിട്ട് പീറ്ററിൻ്റെ അച്ഛനമ്മയും പറയും, നീ ഇനി ഇങ്ങനത്തെ കഥകളൊന്നും പറയില്ലല്ലോ, നീ ഇനി സ്കൂളിൽ പോകണ്ട, നിന്നെ ഞങ്ങൾ കെയർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവരച്ഛൻ ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. പീറ്റർ എന്നിട്ട് രാത്രി റൂമിൽ പോയിട്ട് രാത്രി ആ ചുമരിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ആ ചുമരിനോട് പീറ്റർ പറയും, എന്നിങ്ങനെ അടച്ചിട്ടു എന്നൊക്കെ പറയുമ്പോൾ ചുമര അവനോട് പറയും, നീ കുറച്ച് ശ്രദ്ധിക്കണം, നിന്റെ പേരൻസ് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പീറ്ററിന് ഒരു ആഗ്രഹം വരും, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പീറ്റർ പറയും. അപ്പോൾ ആ ശബ്ദം പറയും, കാണാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ പീറ്റർ പിന്നെ അവിടെ ഒരു ചെറിയൊരു ദ്വാരം കാണും. അപ്പോൾ ആ ദ്വാരം ഇങ്ങനെ നോക്കിയിട്ട് പീറ്റർ വെറുതെ ആ ബോൾ അതിൻ്റെ ഉള്ളിൽ കിടും. അപ്പോൾ തന്നെ പെട്ടെന്നൊരു കണ്ണ് അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാനായിട്ടാണ്. ആ സീനൊക്കെ നമ്മൾ ശരിക്കും പേടിക്കും. എന്നിട്ട് പീറ്ററിനോട് പറയും, നീ കുറച്ചും കൂടെ വലുതാവുമ്പോൾ ആ ക്ലോക്കിൻ്റെ ഇത് മാറ്റാനാവുമ്പോൾ നിനക്ക് ഞാൻ എന്നെ കാണിച്ചു തരാം എന്ന് പറയും. അങ്ങനെ പീറ്റർ രാത്രി ഉറക്കാൻ കിടക്കുമ്പോൾ പീറ്ററിൻ്റെ ഡോർ അരമുട്ടണ പോലെ തോന്നും. എന്നിട്ട് അത് പയ്യെ തുറക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ അമ്മ അതിൽ കൂടെ പാസ് ചെയ്യണതായിട്ട് കാണും. അപ്പോൾ പീറ്ററിന് ആ വീട്ടിലത്തെ ഫുള്ള് ലൈറ്റ് അങ്ങോട്ട് പോവാണ്. പിന്നെ നോക്കുമ്പോൾ പീറ്ററിൻ്റെ അച്ഛനൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്, അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഇവനെ പേടിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ കാണിക്കും. നമ്മൾ ശരിക്കും ആ മൂവിലങ്ങോട്ട് ഇരുന്ന് പോകുമ്പോൾ രാത്രിയൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിക്കും ആ സീൻ കാണുമ്പോൾ. ആ ചാടനായിരുന്നു പീറ്റർ പിന്നെ എണീക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ എണീക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ അവിടെ കൂടെയുണ്ട്. പിറ്റേ ദിവസം രാത്രി ആ ചുമരിൻ്റെ വോയിസ് പറയും, നിൻ്റെ അച്ഛനമ്മ നിന്നെ കൊല്ലാൻ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ ഇപ്പോൾ കൊല്ലും, നിൻ്റെ അച്ഛനമ്മ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഗാർഡനിൽ പോയി കുഴിച്ചു നോക്കാൻ പറയും. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെ പീറ്റർ ചെന്നിട്ട് കുഴിച്ചു നോക്കുമ്പോൾ സ്കള്ള് കാണും. ഇവനാകെ ശരിക്കും പേടിക്കും. ആ നേരത്തെ അവൻ്റെ അമ്മ അവനെ അന്വേഷിച്ചിട്ട് നടക്കും. അപ്പോൾ തന്നെ പീറ്റർ ഇത് മൊത്തം മൂടിയിട്ട് ഒരു പംകിൻ പിടിച്ചിട്ട് പറയും, ഞാൻ പംകിൻ പൊട്ടിക്കായിരുന്നു പറഞ്ഞിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ട്. അങ്ങനെ പീറ്റർ ആകെ വിഷമിച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുന്ന നേരത്ത് പീറ്ററിൻ്റെ ആരെങ്കിലും ഹെൽപ്പ് വേണമല്ലോ. അപ്പോൾ ടീച്ചർ മാത്സ് ക്വിസിൻ്റെ പുറത്ത് ടീച്ചറെ നമ്പർ എഴുതിയിട്ട് അവൻ ഓർക്കും. എന്നിട്ട് ടീച്ചർ അവൻ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ പിന്നിലേക്ക് ഉണ്ടാവും. അമ്മ എന്നിട്ട് ടീച്ചറോട് പറയും, ടീച്ചറെ ഒരു കുഴപ്പമില്ല, ടീച്ചറെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് അതുകൊണ്ടാണ് അവൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കും. എന്നിട്ട് പീറ്ററിനെ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പീറ്ററിനെ റൂമിൽ കൊണ്ടുപോകും. റൂമിൽ കൊണ്ടുപോകുന്ന നേരത്ത് പീറ്റർ ആ മറ്റേ ദ്വാരം ഉണ്ടല്ലോ അത് കാണും. അമ്മ പേടിച്ചിട്ട് നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് പോകും. അന്നത്തെ ദിവസം രാത്രി ആ ചുവരിൽ നിന്നുള്ള ശബ്ദം പറയും പീറ്ററിനോട്, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പീറ്റർ ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് രാത്രി അച്ഛനമ്മ സംസാരിക്കണം നോക്കാൻ പോകും. അവരെന്തോ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ നോട്ടീസ് ചെയ്യാൻ അവനെ ഓടിച്ചെന്നിട്ട് പിന്നെ ബെഡിൽ പോയി കിടക്കും. എൻ്റെ അച്ഛൻ പറയും, നാളെ രാവിലെ നീ ഗാർഡൻ്റെ അവിടേക്ക് വരണം, അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ പീറ്റർ ചെന്ന് നോക്കുമ്പോൾ ബോഡി കിടന്ന സ്ഥലത്ത് അവിടെ ഒന്നുമില്ല, അവിടെ ഒക്കെ ഇതായിട്ട്. അപ്പോൾ പീറ്ററിൻ്റെ അച്ഛൻ പറയും, നമുക്ക് ഈ പംകിനെല്ലാം ഓൾറെഡി കേടായി, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും ബാധിക്കുന്നു പറഞ്ഞിട്ട് അവർ ക്ലീനിങ് തുടങ്ങും. ആ നേരത്താണ് അവിടെ ബ്രയൻ, ആ മറ്റേ തള്ളിയിട്ട ചെക്കനും അവൻ്റെ കസിനെ കൂട്ടി വന്നേക്കാം തല്ലാൻ വേണ്ടിയിട്ട്, റിവെഞ്ച് എടുക്കാനായിട്ട്. ഇവർ വീടൊക്കെ സ്പോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ ഡിന്നർ കഴിക്കുന്ന നേരത്ത് ആ സൂപ്പിൽ എന്തോ വ്യത്യാസം തോന്നും രണ്ടുപേർക്കും. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കും, എന്താ വ്യത്യാസം ഉണ്ടല്ലോ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എന്തൊക്കെയോ റോങ് ആയിട്ട് പോകണം തോന്നിയിട്ട് പീറ്ററിനെ പിടിച്ച് ചോദിക്കും, നീ എന്താ ചെയ്ത് ചോദിക്കും. പീറ്റർ പറയും, എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത് പറയും. അപ്പോൾ ആൾ ഭയങ്കര ഷോക്കാവും. ഇവൻ ആ എലിവിഷം എടുത്തിട്ട് ആ സൂപ്പിൽ ആഡ് ചെയ്തു. പീറ്ററിൻ്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴാണ്. അപ്പോൾ വൈഫിനോട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് പോലീസിന് വിളിക്കും, നീ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക, അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നു. അപ്പോൾ വിളിക്കാൻ നോക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ പീറ്ററിൻ്റെ അമ്മ ഇത് കാണുമ്പോൾ തന്നെ കത്തിയെടുത്ത് പീറ്ററിന് പിന്നാലെ ഓടുകയാണ്. അപ്പോൾ പീറ്ററിനൊന്നും മനസ്സിലാവാണ്ട് പീറ്ററും ഓടി. അപ്പോൾ ആ നേരത്തെ ഇവനെ കാൽമ പിടിക്കുമ്പോൾ തന്നെ പീറ്ററിൻ്റെ അമ്മ ചോര ഛർദ്ദിക്കുകയാണ്. അപ്പോൾ പീറ്റർ എന്ത് ചെയ്യും, അപ്പം തന്നെ അമ്മനെ ചവിട്ടിയിടുമ്പോൾ ഈ കത്തി കൊണ്ട് പീറ്ററിൻ്റെ അമ്മ മരിക്കുകയാണ്. ഓൾറെഡി അവിടെ പീറ്ററിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പീറ്ററിൻ്റെ അമ്മയുടെ കയ്യിലൊരു താക്കോലുണ്ട്, അതെടുത്തിട്ട് പീറ്റർ നേരെ ചെന്ന് ആ ഡോർ തുറക്കാൻ പോവാണ്. അപ്പോൾ പീറ്ററിൻ്റെ അമ്മ പറയും, ഒരു കാരണവശാലും അവളെ തുടർന്ന് വിടരുത്, മരിക്കുന്നതിന് മുമ്പ് പറയണം. അങ്ങനെ പീറ്റർ അവിടെ ചെന്ന് ആ ക്ലോക്ക് മറച്ചിട്ട് അവൻ ആ ഡോർ തുറക്കാൻ പോകും. ഡോറിൻ്റെ ഇങ്ങനെ കീ തുറക്കുകയാണെങ്കിൽ പീറ്ററിന് എന്തോ പന്തികേട് വന്ന് പീറ്റർ എന്ത് പുറത്തുനിന്ന് വേറെ ഡോറും കൂടെ അടയ്ക്കും. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. നമുക്ക് തന്നെ പേടിയാവും. അപ്പോൾ പുറത്തത്തെ സീൻ കാണിക്കുന്നു, പുറത്ത് വേറെ ഗ്യാങ് എന്താ പറയുക തല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ സീനൊന്നും അറിയാണ്ട് അവരെന്താ പറയുക പീറ്ററിന് പക ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. വീടിൻ്റെ ഡോറ് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ പീറ്റർ പേടിച്ചിട്ട് ഒരു ഇതിൻ്റെ അടിക്ക് പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ വീട് ഇങ്ങനെ തകർക്കണ നേരത്ത് ഒരുത്തനിങ്ങനെ പിയാനോ അടിക്കുമ്പോൾ കുറച്ച് മുടി ഇങ്ങനെ പൊന്തി വരാനായിട്ട് കാണാം. ആ നേരത്തെ തന്നെ അവനെ താഴെ കൂടെ പിടിച്ച് വലിച്ചിട്ട് ഫുൾ ബ്ലഡ്, പിന്നെ പുറത്ത് തന്നെ അപ്പം തന്നെ അവനെ കൊല്ലും. അപ്പോൾ ബ്രയൻ ആ കാലോടിഞ്ഞ ചെക്കൻ ഇവന് ബ്ലഡിൽ ഇതാക്കിയിട്ട് ഇവൻ സ്ലിപ്പായിട്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്ത് ആ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ പീറ്ററിൻ്റെ അമ്മയുടെ ബോഡി ഇങ്ങനെ കാണും. അപ്പോൾ അവൻ പേടിച്ചിട്ട് അങ്ങനെ ബ്രയൻ്റെ എല്ലാ കസിൻസിനും ആ സാധനം കൊല്ലുമെന്ന് വെച്ചാൽ ഒരുമാതിരി കൊലയാണ്. എന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് ഫേസ് ടു ഫേസ് ബ്രയൻ ശരിക്കും ഫേസ് ടു ഫേസ് ആ പ്രയത്നം കാണും. അതിനിടയ്ക്കാണ് പീറ്ററിനെ കാണാനായിട്ട് പീറ്ററിൻ്റെ ടീച്ചർ ഓടി വരുന്നത്. പിന്നെ കാണിക്കുന്ന ആ വീട്ടിലത്തെ സീനാണ്. പീറ്റർ പേടിച്ച് കട്ടിൻ്റെ അടിയിൽ ഒളിക്കുന്നതാണ്. അപ്പോൾ പീറ്ററോട് ഈ ജീവി ഇങ്ങനെ കഥ പറയും, ഞാൻ ഇവരുടെ മോളാണ്, ഞാനിങ്ങനെ ജനിച്ചുകൊണ്ടാണ് ഇവർ ഭയങ്കരമായിട്ട് പേടിച്ച് ഇവരെന്നെ കൂട്ടിലായിട്ട് അടച്ച്, നീ ജനിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു,
ആയിരുന്നു. ഇപ്പോഴാണ് എന്നെ തുറന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ എന്താ പറയുക ഇതായിട്ട് ഞാനിങ്ങനെ ജനിച്ച് എൻ്റെ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ വിഷമം പറയണ പോലെ രീതിയിൽ പറയും. അപ്പോൾ തന്നെ നമ്മൾ പീറ്ററിൻ്റെ ടീച്ചർ ആ വീട്ടിൽ കയറി വരും. ടീച്ചർ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ സീൻ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ ഫോൺ വിളിക്കാൻ നോക്കും 911. അപ്പോൾ ഒരു മുടി ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ പോണ് കാണുമ്പോൾ തന്നെ ടീച്ചർ പേടിച്ചിട്ട് ഇങ്ങനെ അതിന് പിന്നാലെ ഇങ്ങനെ ഒന്ന് പോണ നേരത്ത് ഇത് ഒറ്റ മാന്തു വന്നു. അപ്പോൾ പീറ്റർ അവിടെ കിടന്ന് ഒച്ചെടുക്കും, ആരാണെങ്കിലും ഓടിക്കോ എന്നുള്ള രീതിയിൽ ഒച്ചെടുക്കും. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, പീറ്ററിനെ രക്ഷിക്കാനായിട്ട് മോളിൽ പോയിട്ട് പീറ്ററിനെ നോക്കും. അപ്പോൾ പീറ്ററിനെ ഈ ജീവി അടച്ചു വെച്ചേക്കുക ഓൾറെഡി, മറ്റേ ആ ഇവളുണ്ടായിരുന്ന ചേമ്പറിൽ അടച്ചു വെച്ചേക്കുക. ടീച്ചർ ഈ ഇതൊക്കെ പൊളിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഇവനെ പുറത്തേക്ക് ഇറക്കും. എന്നിട്ട് ഓടി രക്ഷപ്പെടുന്ന നേരത്ത് പീറ്ററിനെ ആ സാധനം വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് മറ്റേ അണ്ടർഗ്രൗണ്ട് ചേമ്പറിനുള്ളിൽ എന്താ പറയുക പീറ്ററിനെ ഇട്ടിരിക്കും. പീറ്റർ ഇങ്ങനെ പേടിച്ചിട്ട് ഈ സാധനമാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഈ സാധനം ചോദിക്കും, ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്, അതെൻ്റെ തെറ്റാണെന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പേടിപ്പിക്കും. ഭൂതത്തെ പോലെ ഇരിക്കുന്ന എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ ടീച്ചർ ഇവനെ രക്ഷിക്കാനായിട്ട് വരും. അപ്പോൾ ഇവനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ കാണുമ്പോൾ തന്നെ ഈ പ്രേതം മോളിക്ക് ഈ ടീച്ചറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന നേരത്ത് ഇവൻ ഈ മുടിയുമ്പോൾ പിടിച്ച് കയറിയിട്ട് ഇവളെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് രണ്ടുപേരും കൂടി ഇവളെ പൂട്ടിയിടും. പിന്നെ പീറ്റർ വേറെ ദിവസം ഇങ്ങനെ ഉറങ്ങാൻ നേരത്ത് പിന്നെ ആ ശബ്ദം കേൾക്കും. കിടക്കയിൽ നോക്കുമ്പോൾ ഇവളെ മുടിയൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും നിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടെന്നുണ്ട് പിന്നീടൊരു ഇതാക്കിലൂടെ മൂവി അവസാനിക്കണം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സിനിമ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.